ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബൾട്ടി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അഭിനയിച്ചിരിക്കുന്നവർ ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗം എന്തോ കുറേ നാൾക്ക് ശേഷം തോന്നുന്നു. ഞാൻ അവസാനം ഏതാണ്ട് RDX ഓർക്കുന്നില്ല. RDXന് ശേഷമാണ് മറ്റേ വേല എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, പോലീസായിട്ടുള്ള. അതിന് ശേഷമൊക്കെ ഭയങ്കര മറന്ന്, ഇങ്ങനൊരു നടനുള്ള കാര്യമേ മറന്നുപോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഷെയ്ൻ നിഗമാണ് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശാന്തനു ഭാഗ്യരാജ്, നമ്മുടെ മാസ്റ്ററിലൊക്കെ ഉള്ള മച്ചാൻ, മറ്റേ ലോറി എറി ചാവൂലയുടെ ഒരു മച്ചാൻ, ആ പുള്ളി. കെ സെൽവരാഘവൻ, നമ്മുടെ ധനുഷിൻ്റെ ബ്രദർ. നമ്മുടെ ഈ അവസാനം പുള്ളിയുടെ ഉടയതായിരുന്നു. ധനുഷിൻ്റെ ഡബിൾ റോളൊക്കെ വെച്ച് ഒരു പടം എടുത്തതല്ല, അതൊക്കെ എടുത്തത് പുള്ളിയാണ്. സെൽവരാഘവൻ, അൽഫോൺസ് പുത്രൻ, പൂർണിമ ഇന്ദ്രജിത്ത്, പ്രീതി അസ്രാണി, അങ്ങനെ ഒന്നുമാണ്. പുതിയ നടിയാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പടത്തിൽ കാണുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഉണ്ണി ശിവലിംഗം. പേര് കേൾക്കുമ്പോൾ എനിക്കൊരു തമിഴ് മച്ചാനാണെന്ന് തോന്നുന്നു. കാരണം ഈ സിനിമ നടക്കുന്നത് ഒരു തമിഴ്നാട് ബോർഡറിലാണ്, പാലക്കാടിൻ്റെ അപ്പുറത്ത്. വാളയാറാണ് പക്ക ചെക്ക് പോസ്റ്റ്. പക്ഷെ വേറെ ഏതോ ഒരു തമിഴ് ശൈലിയുള്ള, എന്നാൽ കേരളം എന്ന് പറയാൻ പറ്റുന്ന ഒരു നാട്ടിലാണ് ഈ കഥ നടക്കുന്നത്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെയാണ് നമുക്ക് പറയാം, മറ്റേ പാറശാല കളിക്കാനുള്ള ആ ഒരു ബോർഡർ നമുക്ക് പറയാം. ഇതിപ്പോൾ ഈ വടക്കോട്ടായതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അവിടെയാണ് കഥ നടക്കുന്നത്. ഒരു 4 പയ്യന്മാർ കബഡി പ്ലേയേഴ്സാണ്, എന്നാൽ ചെറിയ അടിയും പിടിയും നല്ല ലോക്കൽ പയ്യന്മാരാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുന്നു 2 ഗ്യാങ് വാർ പോലെ, 2 ഡോൺ എന്ന് പറയാൻ പറ്റൂലേ, ചെറിയ ജന്മി എന്നും പറയാൻ പറ്റില്ല, ചുമ്മാ 2 ഗുണ്ടകൾ, 2 സൈഡിലെ ഗുണ്ടകൾ ഇവന്മാരെ ഇടയ്ക്ക്, അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്, ഗാങ്സ്റ്റർ പ്ലോട്ടാണ്, അടിപിടി അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് മ്യൂസിക് വൈസ് ആയി അഭ്യങ്കർ, സിനിമാറ്റോഗ്രാഫി അലക്സ് ജെ പുള്ളിക്കൽ, എഡിറ്റഡ് ബൈ ശിവകുമാർ വി പണിക്കർ, ആക്ഷൻ ഡയറക്ടർ ആക്ഷൻ സന്തോഷ് വേറെ ഏത് പടം ചെയ്യണം അറിഞ്ഞൂടാ. കോ പ്രൊഡ്യൂസർ ഷെറിൻ റൈച്ചൽ സന്തോഷ്. പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ പേരുണ്ടെന്നോ, സന്തോഷ് ടി കുരുവിള. ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ വെച്ചേ. സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ, ഇവർ രണ്ടുപേരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ പലവരുടെയും ഒപ്പീനിയൻ റിവ്യൂ ഒക്കെ കേട്ട്, കിടിലം പടം, തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം, തിയേറ്റർ വാച്ച് മസ്റ്റ്, നല്ല കിടിലൻ അടിപൊളി, ഷെയ്ൻ നിഗത്തിന്റെ കംബാക്ക്, കിടിലൻ ആക്ഷൻ സീക്വൻസ്, കിടിലൻ അവരുടെ ആക്ടിങ്, അങ്ങനെയൊക്കെ കുറേ കേട്ടിയേ. ആകെ കൂടി ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഈ സിനിമ ഞാൻ ഒന്ന് ഒരു 10 മിനിറ്റെങ്കിലും നോക്കിയിരുന്ന് കണ്ടിട്ടുള്ളൂ. അത് ആ ഒരു ക്ലൈമാക്സ് പോർഷനാണ്. ആ ക്ലൈമാക്സ് പോർഷൻ കുറച്ച് നേരം ഒരു അടി സീക്വൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് മാത്രം ഞാനിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അല്ലാത്ത പക്ഷെ എന്തോന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള. നാട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഒരു രീതിയിലും മനസ്സിലാവില്ല. ഇതിലും വലിയ ഗാങ്സ്റ്റർ പടമൊക്കെ വന്നു കഴിഞ്ഞാൽ കൂവി ഓട്ടിക്കണം നാട്ടുകാർക്ക്. ഇതൊക്കെ എനിക്ക് മ്യൂസിക്കൊന്നും ഒരു രീതിയിലും പിടിച്ചില്ല. പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് ഒരു പാട്ടുണ്ട്, എൻ്റെ ദൈവമേ. മാത്രമല്ല ഇതിനൊരു യെല്ലോയിഷ് ടോൺ ഉണ്ട്, ആ ഒരു തമിഴ്നാട് ശൈലി, ഒരു പാണ്ടി കാണിക്കാനും. പാണ്ടി ആണെങ്കിൽ പാണ്ടി പടം എടുക്കണം. മലയാളം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഒരുമാതിരി അവിയൽ പരുവത്തിലാണ് ഇരുന്നത്. കാർ ഗേഡിങ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പക്ക തമിഴ്നാട്, പക്ക ഇത്. ഞാൻ പറയട്ടെ, നിങ്ങൾ മുറ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അത് പക്ക ഒരു ഗാങ്സ്റ്റർ പടം പ്ലോട്ട്. പക്ഷെ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു കഥയ്ക്ക് നമുക്കൊരു കണക്ഷൻ കിട്ടും. നമ്മൾ ഇമോഷണലി നമുക്കൊരു അറ്റാച്ച്മെന്റ് കിട്ടും. ഇവിടെ യാതൊരു അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിയില്ല. ആരൊക്കെയോ വെട്ടുന്നു, ആരൊക്കെയോ തട്ടുന്നു. സെൽവരാഘവന്റെ മെയിൻ ഒരു പരിപാടിയുണ്ട്. പുള്ളി മറ്റേ വട്ടി പരീക്ഷ കൊടുക്കണ സെറ്റപ്പാണ്. ഇത്ര വട്ടി അത്ര വട്ടി, ജംബോ വട്ടി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ് കുറെ ഈ പലിശ നിരക്കിന് ഓരോ കണക്കൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി കാശ് കൊടുക്കും, തിരിച്ചടയ്ക്കാത്തവന്മാരെ കൊണ്ടുവന്ന് ഇടിച്ച് പിഴിയും. എൻ്റെ വീട്ടുകാര് മറ്റേ മോളെയും ഭാര്യനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഉടുതുണി ഇല്ലാതെ പുള്ളീനെ എടുത്താക്ക് അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കിട്ടും. എന്ത് വൾഗാരിറ്റി ഉള്ള സീനാണ് അതൊക്കെ അവർ കാണിച്ചത്. നമുക്കത് മനസ്സിലാവും, അത് തൊലിഞ്ഞ പരിപാടിയായി പോയി. ഇതിൽ നായകനും കൂട്ടരും കാണിക്കണ ഒരു തെണ്ടിത്തരമുണ്ട്. ഒരു വീട്ടിൽ കുറെ കരി വരുന്നെടുത്ത് കരിയൊക്കെ എറിഞ്ഞ് ഒരു നല്ല വെള്ളം പൂശിയ വീട്ടിനെയൊക്കെ വൃത്തികേടാക്കണവരുണ്ട്. അത് 2-3 സർക്കംസ്റ്റാൻസസ് കാണിക്കുന്നുണ്ട് സിനിമയിൽ. പക്ഷെ എന്തൊക്കെ വന്നാലും എനിക്കതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഏത് കാലത്ത് വിട്ട കാര്യം അവിടെ എന്നുള്ള ഒരു തോന്നലായി പോയി.
ഷെയ്ൻ നിഗം മച്ചാന് എനിക്ക് ഒരു രീതിയിൽ ഈ സിനിമ കണക്ട് ആയില്ല, ഒരു രീതിയിൽ ആക്ടേഴ്സായിട്ട് കണക്ട് ആയില്ല. ഇല്ല നായിക എന്ന് പറഞ്ഞ എന്റെ ദൈവമേ, സെൽവരാഘവൻ ഉണ്ട്, പുള്ളീൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സ്വാഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഒന്നും ഒത്തു വന്നില്ല എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയായിരുന്നു. സത്യസന്ധമായിട്ട് പറയാണല്ലോ, നിങ്ങളൊക്കെ സിനിമ പോയി കാണട്ടെ, നിങ്ങളൊക്കെ നല്ല സിനിമ തിയേറ്ററിലൊക്കെ പോയി അടിച്ചു പൊളിച്ചതാണ്. എനിക്ക് യാതൊരു രീതിയിൽ കണക്റ്റ് ആവാത്ത, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയാണ് പോയത്. ഞങ്ങൾ തമ്മി നോക്കി പള്ളു പറഞ്ഞുകൊണ്ടിരുന്നു, കുറച്ചൊക്കെ ചിരിച്ച്. എന്നുവെച്ചാൽ മറ്റേ പടം കണ്ടിരുന്ന് മറ്റേ ഹൈ ആയിട്ട് ഇരിക്കണമല്ല, അപരാധം പറഞ്ഞിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു സിനിമ പൂർണ്ണമായും ഇന്ദ്രിയത്ത് സിനിമയിലുണ്ട്. എന്ത് കാര്യത്തിനായിരുന്നു പുള്ളിക്കാരി മറ്റേ ബ്ലാക്കിന്റെ ഷർട്ടും വലിച്ചോണ്ട്, പുള്ളി കാണിച്ചാത്ത അത് മാത്രമേ ഉള്ളൂ, കാണിക്കുകയാണെങ്കിൽ ബ്ലാക്കിന്റെ ഒരു ഷർട്ട് ഉണ്ടാകും. അങ്ങനത്തെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു പടം, അട്ടർ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി ഫോർ മീ. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. കൂടുതലായിട്ട് ഞാൻ പള്ളു വിളിക്കാനുള്ളത്, എനിക്ക് യാതൊരു രീതിയിലും കണക്റ്റ് ആയില്ല. മുറ കിടിലം പടമായിരുന്നു. അത് ടെംപ്ലേറ്റ് സാധനമാണെങ്കിൽ പോലും നമുക്ക് ആ പയ്യന്മാരുടെ ആ ഒരു ഇമോഷനൊക്കെ നമുക്ക് ശരിക്കും അത് ചിലപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം ഒരു ഇതൊക്കെ ട്രിവാൻഡ്രത്തിനോട് ഒരു ചായ്വൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ആ സിനിമയും ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുള്ളതും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് ആയിരിക്കാം എനിക്ക് അതിലോട്ട് റിലേറ്റ് ആകാൻ പറ്റിയത്. പക്ഷെ ഈ പടം ഒരു രീതിയിലും അയ്യോ ഒരുമാതിരി ഒരു പാണ്ടിപ്പട ഉണ്ടാവില്ല. പാണ്ടിപ്പടം അല്ല കേട്ടോ, ആ സിനിമേൻ്റെ കാര്യമല്ല പറഞ്ഞ്, ഒരുമാതിരി പാണ്ടിപ്പട ഇളകിയതും കുറെ അരവട്ടന്മാരും എന്തോ കാണിക്കുന്നത്. കബഡി എന്നൊക്കെ പറഞ്ഞ് എന്റെ ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സ്പോർട്സ് വരുന്ന പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പീഡ് ട്രാക്ക് ആയാലും ഗില്ലി ആയാലും, പിന്നെ ഏതാണ് നിങ്ങൾക്ക് പലവർക്കും തൊലി എന്ന് തോന്നിയ ഒരു സിനിമ ഉണ്ടാവും, ജോർജ് ഏട്ടൻസ് പൂരം, അതിലെ സ്പോർട്ടൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയൊക്കെ ഞാൻ കാണാറുള്ളതാണ്. പക്ഷെ എന്ന് വെച്ചാൽ സ്പോർട്സ് മാത്രമല്ല, അതിനെ പ്യൂർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമയെ കുറിച്ചല്ല പറഞ്ഞത്, അതൊക്കെ വേറെ റേഞ്ചാണ്. ഗോദാ ദങ്കൽ പോലത്തെ സിനിമകളൊക്കെ കുറച്ച് വേറെ റേഞ്ചാണ്. ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു മാസ പടത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പടത്തിൻ്റെ ഇടയിൽ സ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ എനിക്ക് പൊതുവേ ഞാൻ അതൊക്കെ ഇരുന്ന് കാണാറുള്ളതാണ്. ആ ഒരു സംഭവങ്ങളോടൊക്കെ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണാറുള്ളതാണ്. പക്ഷെ ഇതിലെന്തോന്നുണ്ടേ കബഡി എന്ന് പറഞ്ഞ് ഒരുമാതിരി എന്തായാലും കാണുന്നവര് കാണുക, ഇഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെട്ടോട്ടെ, ഇഷ്ടപ്പെടാത്ത തന്നെ വെറുതെ വിടുക, ചുമ്മാ വള്ളം വിളിച്ചുകൊണ്ടിരുന്നത് അത്ര ഉള്ളേ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ബൾട്ടി. ഇനിയിപ്പോൾ കാന്താര ഇഡ്ലിക്കട റിപ്പോർട്ട് നോക്കിയിട്ടേ പോകണ്ടാവുള്ളൂ ചിലപ്പോൾ. എന്തായാലും വേറെ പണിയൊന്നുമില്ല, പോയി കാണാടേ, പടം കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇഡ്ലിക്കട കാന്താര ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അറ്റ് 6:30 AM. നെക്സ്റ്റ് വീക്ക് ഒരു കിഡ്നൻ റിലീസ് വരുന്നുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പടം കണ്ടിട്ട് അതിൻ്റെ വീഡിയോ പറഞ്ഞാണ്. ആ ഒരു 1.5 ഒരു പൊളി പൊളിക്കാൻ പോവുകയാണേ. എന്നിട്ട് അതിനെ കണ്ടിട്ട് പറയാം. ബൈ ബൈ.